അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സത്യവിശ്വാസികൾക്ക് ഉറപ്പുള്ള രണ്ട് സത്യങ്ങളാണല്ലേ നരകവും സ്വർഗവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ എത്ര ഇടങ്ങളിലായി നരകത്തെയും സ്വർഗത്തെയും പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നരകത്തെ പറ്റി കേൾക്കുമ്പോൾ പേടിക്കുകയും സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചവനെ സ്വർഗത്തിൽ എത്തിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളെ സ്വർഗത്തിൽ എത്താൻ വേണ്ടിയിട്ടും നരകത്തിൽ പ്രവേശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 3-ാമത്തെ സൂറത്തായ സൂറത്തുൽ ആൽ ഇംറാനിലെ 192-ാമത്തെ ആയത്ത് ഒരു ദുആ പോലെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിങ്ങനെയാണ്: റബ്ബന ഇന്നക മൻ തുദ്ഖിലൻ നാറ ഫഖദ് അഹ്സൈതഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഞങ്ങളുടെ റബ്ബേ, ഏതൊരുവനെ നീ നരകത്തിൽ പ്രവേശിപ്പിച്ചുവോ തീർച്ചയായും അവനെ നീ അപമാനത്തിലാക്കി. അക്രമികൾക്ക് സഹായികളായി ആരും ഇല്ലതാനും. എന്താണ് ഈ ഒരായത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്? അക്രമികളെ അള്ളാഹു അപമാനത്തിലാക്കി, അതായത് നരകത്തിൽ പ്രവേശിക്കുന്നവരെ അള്ളാഹു അപമാനത്തിലാക്കി. എങ്ങനെയാണ് ഈ ഒരു അപമാനകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്? നമ്മുടെ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചത് കൊണ്ടല്ലേ ശരിക്കും നമ്മൾ നാളെ പരലോകത്ത് അപമാനിക്കപ്പെടുന്നത്? തെറ്റുകൾ ചെയ്യാൻ സാധ്യത കൂടുതലുള്ള ഈ ദുനിയാവിയായ കാലഘട്ടത്തിൽ നമ്മളിൽ എത്ര പേർ തെറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ചിന്തിച്ചു നോക്കാറുണ്ട്? എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിങ്ങളെ കേൾക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് അള്ളാഹു പറയുമ്പോൾ എത്ര പേർ അള്ളാഹുവിനോട് സംസാരിക്കാൻ തയ്യാറാവാറുണ്ട്? നിന്റെ ചെവികളും കണ്ണുകളും നാവുകളും നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട്, അതൊക്കെ ഒരു പഴഞ്ചൻ കോൺസെപ്റ്റ് അല്ലേ? എന്തിനാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനെ മാറ്റിവെക്കുന്നത്? എന്തിനാണ് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകളെ മൂടുന്നത്, നാവുകളെ അടക്കി വെക്കുന്നത്, കേൾക്കാതിരിക്കുന്നത് എന്ന് ചിന്തിച്ച് തെറ്റുകളുടെ പുറകെ പോവുകയല്ലേ ചെയ്യുന്നത്? ഇതൊന്നും ഒരു പഴഞ്ചൻ കോൺസെപ്റ്റ് അല്ല. നാളെ പരലോകത്ത് ഇതൊക്കെ വലിയ വലിയ പാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുകയും നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ കളിയാക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ നാളെ റബ്ബിന്റെ മുന്നിൽ സ്വർഗത്തിൽ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഈ കളിയാക്കിയവർക്കൊക്കെ എന്ത് മറുപടി പറയാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്ക്. അന്ന് നമുക്ക് അവരോടൊക്കെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ലേ? അപമാനത്തിലാക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറാൻ ഒരിക്കലും നമുക്ക് ഇടവരാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.